കപ്പഡോക്കിയയിലെ ഒരു സംഭവം കൂടി കാണാനുണ്ട് തന്നെ. ഇത് ഒരു വ്യൂ പോയിൻ്റ്. നമ്മളിങ്ങനെ നടന്ന് കയറുകയാണ് കേട്ടോ. കപ്പഡോക്കിയ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു 10 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് തന്നെ. അതൊന്ന് പോയി കണ്ടാളാം. ഈ റോഡിന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു വ്യൂ ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകാനുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ. അസാധ്യ കാഴ്ച തന്നെ. ഇനിയും മുകളിലോട്ട് പോകാനുണ്ട്. ഇതിലാണ് എനിക്ക് ഇവിടുന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് 6 മിനിറ്റ് നടക്കാനുണ്ടെന്നാ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് മുകളിലോട്ട് തന്നെയാണ്. സൺസെറ്റ് സൺറൈസ് വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഹോട്ടൽ മീൻസ് കേബ് ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വ്യൂ പോയിൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇതിലാണ് വന്നിട്ട് ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു കൗണ്ടർ. ആ കൗണ്ടറിലൊരു 5 ലെയർ കൊടുത്താൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നടന്ന് കയറുകയാണ് ഗൈസ്. പിന്നെ കുത്തനുള്ള കയറ്റാണ്. അടിപൊളി. എന്തായാലും നല്ല കാലാവസ്ഥയാണ്. നല്ലൊരു മടക്കുകൾ, കുത്തനെയുള്ള കയറ്റങ്ങൾ. ഒരു തുർക്കിൻ്റെ വലിയൊരു ഫ്ലാഗ് കണ്ടോ? ഓ ഓസം. എന്താ ഇതിനൊക്കെ പറയുക? ഇതിവിടെ വന്നിട്ടല്ല, അതിനെ നഷ്ടമാകുമായിരുന്നു. പൊളി. ഇനി കാണാൻ പോകുന്ന പൂരം എന്താണെന്ന് അറിയില്ല. കഥയ്ക്കുന്ന ഒരു പണിയെടുക്കാത്തഞ്ഞു കൊണ്ട് നടന്ന് കയറുകയാണ് ഞാൻ. അല്ലാ, ആ ചങ്ങായി കഥയ്ക്കുന്ന ശബ്ദം ഇവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല. എൻ്റെ അമ്മോ, പൊളി വൈബാണ് ഗേസ്. എനിക്ക് കുറച്ചുകൂടി മുകളിലോട്ട് കയറാനുണ്ട്. ആഹാ, ഇതിപ്പോൾ നമ്മൾ താമസിച്ച സിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ആട്ടോ. എന്താ കാഴ്ച എന്നറിയോ? ഉഫ്, കുത്തനെ താഴോട്ടുള്ള പാറകളാട്ടോ അത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഇതുപോലുള്ള മരങ്ങൾ പോലെ തന്നെ ഇവിടെ നിറച്ചും പാറ തന്നെ. യജാതി കാഴ്ച നോക്കൂ. ഗൊരേമേ സിറ്റി ആണ് ഈ കാണുന്നത്, താഴെ കാണുന്നത്. ഓ, ഇത് ഇന്നലെ അറിയെങ്കിൽ ഞാൻ സൺറൈസ് കാണാൻ വരുമായിരുന്നു ഇവിടെ. എന്തായാലും നെക്സ്റ്റ് ടൈം നോക്കാം. സൺറൈസ് ഇവിടുന്ന് അടിപൊളിയായിരിക്കും. സൺസെറ്റ് ആൻഡ് സൺറൈസ് വാലിന്നോ അല്ല വ്യൂ പോയിൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. എന്തായാലും നിങ്ങൾ കപ്പഡോക്കിയ വരികയാണെങ്കിൽ, തുർക്കിയിലെ കപ്പഡോക്കിയയിൽ വരികയാണെങ്കിൽ ഈ മല എന്തായിട്ടൊന്ന് കയറണം, നഷ്ടാവില്ല. ഓ, നമ്മൾ താഴ്ന്ന് നോക്കുമ്പോൾ വലുതെന്ന് കണ്ട ആ സംഗതികളൊക്കെ ഇവിടുന്ന് ചെറുതാണ്. ഹൈവാ, ഇതിൻ്റെ എല്ലാ ഭാഗവും കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. പല വെറൈറ്റി സ്റ്റൈൽ. തുർക്കിൻ്റെ വലിയൊരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ അവിടെ. ഇതിൻ്റെ മുകളിൽ തന്നെ നല്ലൊരു വ്യൂ ആണ്. ഓ, നമ്മൾ നേരത്തെ കണ്ടത് ഈ ഒരു ഭാഗമാണ് സിറ്റിൻ്റെ. അതിൻ്റെ വേറൊരു സൈഡ് കൂടി ഉണ്ട്. ഓ, പൊളി പൊളി. ഓ ഓ, സിറ്റിൻ്റെ എല്ലാ ഭാഗവും ഇവിടുന്ന് കാണാം കേട്ടോ. ഈ ഗൊരേമ സിറ്റി മാത്രമല്ല, മൊത്തത്തിലുള്ള എല്ലാ ഭാഗവും ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്താ അടിപൊളി. ഇന്ത്യ
അതെ, ഒരു അടിപൊളി ഷോപ്പ്, ഹൈറ്റി. ഇത് ഏകദേശം ആ പള്ളീൻ്റെ എന്താ അതിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ കണ്ട. എന്താ വാങ്ങേണ്ടതെന്ന് കൺഫ്യൂഷൻ ആവില്ലേ, ഒരുപാട് ഐറ്റം ഉണ്ട് കേട്ടോ. ഈ സുവനീറൊക്കെ വാങ്ങേണ്ടവർക്ക് അത് പറ്റിയ ഷോപ്പാണ്. ബലൂൺസ് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്.